മാനന്തവാടിയിലെ കടുവ ആക്രമണങ്ങളിൽ വനം വകുപ്പിനെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ. പ്രഖ്യാപനങ്ങൾ നൽകി മലയോരത്തെ വഞ്ചിക്കരുതെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. ജീവന് വിലയില്ലെങ്കിൽ പിന്നെ പ്രഖ്യാപനങ്ങൾ എന്തിനെന്ന് സഭാധ്യക്ഷൻ ചോദിച്ചു. അതേസമയം കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട രാധയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടിയിൽ UDF നടത്തുന്ന ഹർത്താലിനെ രൂക്ഷമായി വിമർശിച്ച് CPIM നേതാവ് EP ജയരാജൻ. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കോൺഗ്രസ് നാടകമാണിതെന്നും വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പ്രതിഷേധങ്ങളെന്നും EP ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. റേഷൻ വിതരണക്കാരുടെ സമരം ഒത്തുതീർപ്പായി. 3 ആഴ്ചയായി തുടരുന്ന സമരമാണ് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായത്. കുടിശ്ശികയായുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതേസമയം വിതരണക്കാരുടെ സമരം തീർന്നാലും പ്രതിസന്ധി തീരില്ല. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിടുന്നതിനാൽ പുതിയ സ്റ്റോക്ക് എത്തിക്കാനാകില്ല. എന്നാൽ റേഷൻ വിതരണത്തിൽ മറ്റു വഴികൾ തേടുമെന്നാണ് സർക്കാർ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും പോക്സോ കേസ്. അടൂരിൽ 17കാരിയെ പീഡിപ്പിച്ച കേസിൽ 4 പേർ പിടിയിലായി. ആകെ 9 പ്രതികളാണ് ഉള്ളത്. സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതി നടത്തിയ കൗൺസിലിംഗിലാണ് 1 വർഷക്കാലമായുള്ള ലൈംഗിക ചൂഷണവും പീഡനവും പെൺകുട്ടി തുറന്നു പറഞ്ഞത്. മറ്റു പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് അടൂർ പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കോടതി ഉത്തരവുള്ളതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രേരണാ കുറ്റം ചുമത്തിയതിൽ IC ബാലകൃഷ്ണനാണ് 1ാം പ്രതി. ഇന്നലെ MLAയുടെ വസതിയിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. നിലമ്പൂർ മുൻ MLA PV അൻവറിനെതിരായ നടപടികളുടെ വേഗം കൂട്ടി വിജിലൻസ്. ആലുവ എടത്തലയിൽ പാട്ടഭൂമി അനധികൃതമായി പോക്കുവരവ് ചെയ്തെന്ന പരാതി അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം വിവാദ ഭൂമിയിലെത്തി വിശദമായ പരിശോധന നടത്തി. ഒരാഴ്ചക്കകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസ് നീക്കം. തൃശൂർ ജില്ലാ ജയിൽ അധികൃതർക്കെതിരെ യൂട്യൂബർ മണവാളന്റെ കുടുംബം. മകന്റെ മുടിയും താടിയും മീശയും വെട്ടി രൂപമാറ്റം വരുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തൃശൂർ കോടതിയിലും മുഖ്യമന്ത്രിക്കും DGPക്കും കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകി. മകനെ മനഃപൂർവ്വം മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പരാതി. ഈ വർഷം അവസാനം മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് നൽകുമെന്ന സൂചന നൽകി സിദ്ധരാമയ്യ. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു കയറിയതോടെ ഇരു നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ADGP P വിജയന്. അഗ്നിശമന സേനാ വിഭാഗത്തിൽ മധുസൂദനൻ നായർ, G രാജേന്ദ്രൻ പിള്ള K എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു. സ്തുത്യാർഹ സേവനത്തിന് കേരളത്തിലെ പോലീസ് സേനയിലെ 10 പേർക്കും അഗ്നിശമന വിഭാഗത്തിൽ നിന്ന് 5 പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ബന്ദിമോചനത്തിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഹമാസും ഇസ്രായേലും. 4 ബന്ദികളെ ഹമാസ് ഇന്ന് മോചിപ്പിക്കും. അതേസമയം ഇസ്രായേലും ഇന്ന് 180 തടവുകാരെ മോചിപ്പിക്കും. തുടർച്ചയായ 2ാം വർഷവും വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡന്റ് പെർമിറ്റുകൾ കുറച്ച് കാനഡ. രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വിലക്കയറ്റം പരിഗണിച്ചാണ് കാനഡയുടെ സുപ്രധാന തീരുമാനം.